വിധിയാൽ നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. നാളെ ചേരുന്ന നാഷണൽ കോൺഫറൻസ് നേതൃയോഗത്തിൽ തീരുമാനമുണ്ടാകും. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുകയാണ് പുതിയ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഒമർ അബ്ദുള്ള വ്യക്തമാക്കി. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൽ PDPയെ ഉൾപ്പെടുത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജമ്മുവിൽ നിന്ന് ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. അതിൽ ഹരിയാനയിൽ പിഴച്ചെങ്കിലും ജമ്മു കാശ്മീരിലെ ജയം ഇന്ത്യ മുന്നണിക്ക് പുതിയ ആത്മവിശ്വാസം നൽകുകയാണ്. 10 വർഷത്തിന് ശേഷവും BJPക്ക് അവിടെ നേടിയെടുക്കാനായില്ല എന്നതുമുണ്ടല്ലോ. അതെ, ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി നാഷണൽ കോൺഫറൻസ് ആണ്. 42 സീറ്റുകളിൽ ജയിച്ചു കയറാനായി എന്നത് ചെറിയ കാര്യമല്ല. സ്വാഭാവികമായും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിൽ നാഷണൽ കോൺഫറൻസിന് തന്നെയാകും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക എന്നത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഉമർ അബ്ദുള്ളയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ പ്രഖ്യാപിക്കുന്നുവെന്ന് ഇന്ന് നാഷണൽ കോൺഫറൻസിൻ്റെ പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള റിപ്പോർട്ടറിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഔദ്യോഗികമായി പക്ഷേ വരേണ്ടതുണ്ട്. അത് പാർലമെന്ററി പാർട്ടി യോഗമടക്കം ചേരണം. ഒപ്പം നാളെ വിശദമായി ഈ നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃയോഗം ചേരുന്നുണ്ട്. സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും കാണും. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് പോവുക. അങ്ങനെ പോയാൽ തന്നെ വൈകാതെ ഈ സർക്കാർ രൂപീകരണത്തിനുള്ള അനുവാദം തേടി ഗവർണർക്ക് കത്ത് നൽകുന്ന നടപടിയുമുണ്ട്. അതൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ആലോചനയാണുള്ളത്. കാരണം ഒരു തരത്തിലുമുള്ള ഒരു തടസ്സവും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനില്ല എന്നുള്ളതാണ്. നേരത്തെ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നവും നേരിടുന്നില്ല ഈ സർക്കാർ രൂപീകരണം സംബന്ധിച്ച്. ഇതിലിപ്പോൾ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് PDP എന്ത് ചെയ്യും എന്നുള്ളതാണ്. PDPക്ക് 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. PDPയെ നേരത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും തങ്ങളും സഹകരിക്കാൻ തയ്യാറാണെന്ന് PDP നേതാക്കളും അറിയിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ PDPയെ സർക്കാർ രൂപീകരണത്തിലൊപ്പം ചേർക്കുമോ ഇന്ത്യ സഖ്യം എന്നുള്ള ചോദ്യം, ഇന്ത്യ മുന്നണി എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനവും നാളെ ഉണ്ടാകും. കോൺഗ്രസിന് എത്ര മന്ത്രിമാർ ലഭിക്കും? PDPയെ ചേർക്കുകയാണെങ്കിൽ മന്ത്രിമാരുണ്ടാകുമോ? CPMന്റെ ഏക പ്രതിനിധി യൂസഫ് തരിഗാമിക്ക് മന്ത്രിസ്ഥാനം നൽകുമോ? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇതിനൊക്കെ ഉള്ള തീരുമാനവും അതിനൊക്കെയുള്ള ഉത്തരവും നാളെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. ഈ സർക്കാർ രൂപീകരിച്ചാൽ തന്നെ ചില കടമ്പകൾ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കാനുണ്ട് എന്നതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 MLA-മാരെ ഗവർണർക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള നിയമമുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും പ്രധാനമന്ത്രിയെ സമീപിക്കാനും ഒക്കെയാണ് തീരുമാനം. അങ്ങനെ വരുമ്പോൾ അതൊരു നിയമ നടപടികളിലേക്കും രാഷ്ട്രീയ വിഷയവുമായി കൂടുതൽ സജീവ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും നിരവധി വെല്ലുവിളികൾക്കിടെയാണ് പുതിയ സർക്കാർ ജമ്മു കാശ്മീരിൽ അധികാരമേൽക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.